എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു സിനിമയാണ് സ്വർഗത്തിലെ കട്ടുറുമ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങൾ, എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ സിനിമയെ ഞാൻ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുന്നവർക്ക് യോജിക്കാം, അല്ലാത്തവർക്ക് വിയോജിക്കാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസനാണ് ഇതിലത്തെ നായകൻ. അതായത് ജോസ് എന്ന കഥാപാത്രമായിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ ഇതിൽ അഭിനയിക്കുന്നത്. ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന ഒരു നാട്ടിൻപുറമാണ് ജോസിൻ്റേത്. അവിടെ കൃഷിയുമായി മറ്റു കാര്യങ്ങളുമായി ജീവിക്കുന്ന ഒരു സാധാരണ ഒരു നിഷ്കളങ്കനായ നന്മയുള്ള ഒരു പയ്യനാണ് ജോസ്. അപ്പോൾ അവിടെ ക്ലബ്ബും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലബിൽ ചില നന്മയുള്ള പ്രവൃത്തികളെല്ലാം ജോസിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ജോസിന് ഒരു കാമുകിയുണ്ട്. ജോസിൻ്റെ ഒരു ലക്ഷ്യം ഒരു അധ്യാപകൻ ആവുക എന്നതാണ്. അതിനുവേണ്ടി ജോസ് PSCയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ ജോസും കാമുകിയും തമ്മിലുള്ള പ്രണയരംഗങ്ങളും അതുകൂടാതെ ചില നർമ്മരംഗങ്ങളുമാണ് വരുന്നത്. രണ്ടാം പകുതിക്ക് ശേഷമാണ് ചിത്രം ഒരു ത്രില്ലർ മോഡിലേക്ക് പോകുന്നത്. അതായത് ഒരു നാട്ടിന് ഒരു സംഭവം നടക്കുന്ന, ആ സംഭവം ഒരു ക്രൈമായി മാറുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആ കൊലയാളിയെ പിടിക്കാനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളുമായിട്ടാണ് രണ്ടാം പകുതി ചിത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫിയാണ്. അതായത് ആ നാടിൻ്റെ ഭംഗി നല്ല രീതിയിൽ മനസ്സിന് ഉല്ലാസം പകരുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് സൂപ്പറാണ്, അടിപൊളിയാണെന്ന് നമുക്ക് പറയാം. ആ ഫോട്ടോഗ്രാഫി, ആ നാട്ടിൻപുറത്തിൻ്റെ ഭംഗിയും ഒരു പ്രദേശത്തെ ആ ഭംഗിയുള്ള ചാരുത എന്നൊക്കെ നമ്മൾ പറയില്ല, അതിനെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. അതാണ് ഈ ചിത്രത്തിൽ നമുക്ക് ആകെ പറയാൻ കഴിയുന്ന വസ്തുത. ക്രൈമൊക്കെ അവസാനം വന്നെങ്കിൽ കൂടിയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. അതായത് ജോസും അവൻ്റെ കാമുകിയും തമ്മിലുള്ള പ്രണയരംഗങ്ങളും കോമഡിയും അവരുടെ ചില ജീവിതാനുഭവങ്ങളിൽ കൂടി ചിത്രം പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബോക്സ് ഓഫീസിൽ ഇത് ഹിറ്റായേനെ, കൂടുതൽ പ്രേക്ഷകരിലേക്ക് അത് എത്തിയേനെ. പക്ഷേ അവിടെ ഒരു ക്രൈം കൊണ്ട് ഇട്ട് അതുകൊണ്ട് ഈ ചിത്രം മുഴുവൻ പ്രേക്ഷകർക്ക് തൃപ്തിപ്പെടുമോ എന്നുള്ള സംശയമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ള കാര്യം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.